ഇന്നലെ നടന്ന LGS പരീക്ഷയുടെ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം നോക്കാം. ഒറ്റയാൻ ആര് എന്നുള്ളതാണ് ചോദ്യം. ഒറ്റയാൻ എന്ന് പറയുമ്പം ഓഡ്മാൻ. അതായത് ഈ കൂട്ടത്തിൽ 3 എണ്ണം ഒരേ കാറ്റഗറിയിൽ പെടുന്നതാണ്, ഒരെണ്ണം ആ ഗ്രൂപ്പിൽ പെടുന്നില്ല. അയാളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം പെട്ടെന്ന് നോക്കുമ്പം നമുക്ക് ഇത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നൊരു ചോദ്യമാണ്. അതായത് ഇവിടെ 47 എന്ന നമ്പർ നിങ്ങൾ നോക്കുക, 47. ഈ കൂട്ടത്തിലെ ഒരേ ഒരു പ്രൈം നമ്പർ 47 ആണ്. ബാക്കി 3 എണ്ണം 36, 42, 35 ഇതൊന്നും പ്രൈം നമ്പർ അല്ല. അപ്പോൾ ചോദിക്കും എന്താണ് സാർ പ്രൈം നമ്പർ? ഒരുപാട് പ്രാവശ്യം നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എന്താണ് പ്രൈം നമ്പർ? പ്രൈം നമ്പർ അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ അഭാജ്യ സംഖ്യ എന്ന് പറയും. അതായത് ഒരു സംഖ്യയെ ഇപ്പം n ഒരു പ്രൈം നമ്പർ ആകണമെങ്കിൽ ഈ n-നെ എനിക്ക് ഈ പ്രപഞ്ചത്തിൽ 2 സംഖ്യകൾ കൊണ്ട് മാത്രമേ പൂർണ്ണമായും ഹരിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള സംഖ്യകളെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് 2നെ എനിക്ക് 1 കൊണ്ട് ഹരിക്കാം. അപ്പോൾ എത്ര കിട്ടും? 0 അല്ലേ? ഇനി എനിക്ക് 2നെ 2 കൊണ്ട് ഹരിക്കാം. അവിടെയും എനിക്ക് എന്ത് കിട്ടും? ശിഷ്ടം 0. വേറെ ഒരു സംഖ്യ കൊണ്ടും 2നെ എനിക്ക് നിശേഷം ഹരിക്കാൻ പറ്റത്തില്ല, അതായത് ശിഷ്ടം 0 വരുന്ന രീതിയിൽ. അപ്പോൾ ചോദിക്കും സാർ അരയും കാലും ഒക്കെ കൊണ്ട് പറ്റത്തില്ലേ? പറ്റും. ഈ അരയും കാലും ഒന്നും നമ്മളിവിടെ എടുക്കത്തില്ല, നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കണം. അപ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻറ്റീജർ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഈ ഒരു സംഖ്യയെ 1 കൊണ്ടും ആ സംഖ്യ കൊണ്ടും മാത്രമേ നിശേഷം ഹരിക്കാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ അങ്ങനെയുള്ള സംഖ്യകളെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ. അപ്പോൾ ഈ 36നെ നമുക്ക് 1ഉം 36ഉം അല്ലാതെ 18 കൊണ്ട് ഹരിക്കാം, 2 കൊണ്ട് ഹരിക്കാം, 9 കൊണ്ട് ഹരിക്കാം, 4 കൊണ്ട് ഹരിക്കാം, ഒക്കെ ഹരിക്കാം. 42 ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യകളെ ഇനി 2 അല്ലാതെ ഒരു ഇരട്ട സംഖ്യയും പ്രൈം നമ്പർ ആയിട്ട് വരത്തില്ല. 2ന്റെ പ്രത്യേകത ഒരേ ഒരു ഇരട്ട അഭാജ്യ സംഖ്യയാണ്, ഓൺലി ഈവൻ പ്രൈം നമ്പർ. അപ്പോൾ 2ന്റെ മൾട്ടിപ്പിൾ ഒന്നും 2 അല്ലാതെ 2ന്റെ ഒരു മൾട്ടിപ്പിളും പ്രൈം നമ്പർ ആയിട്ട് വരത്തില്ല. അപ്പോൾ 32നെ പിന്നെ 36നെ 42നെ ഒന്നും നോക്കണ്ട. 35 എന്ന് പറയുമ്പോൾ 1 കൊണ്ട് ഹരിക്കാം, 5 കൊണ്ട് ഹരിക്കാം, 7 കൊണ്ട് ഹരിക്കാം, 35 കൊണ്ട് ഹരിക്കാം. അപ്പോൾ ഇതിനകത്തിൽ പ്രൈം നമ്പർ ആയിട്ടുള്ളത് 47 മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ ആൻസർ എത്രയാണ്? 47. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 1 ലക്ഷത്തിൽ എത്ര 100 ഉണ്ട്? മക്കളെ, 1 ലക്ഷത്തിന് എത്ര 0 ഉണ്ട്? 1 ലക്ഷത്തിന് എത്ര 0 ഉണ്ട്? 5 പൂജ്യങ്ങളുണ്ട്. 100ന് എത്ര പൂജ്യങ്ങളുണ്ട്? 2 പൂജ്യങ്ങളുണ്ട്. അപ്പം 5 പൂജ്യത്തിൽ നിന്ന് 2 പൂജ്യം പോയാൽ 3 പൂജ്യമുള്ള സംഖ്യയായിരിക്കും നിങ്ങളുടെ ആൻസർ. സോ 1000. അല്ലെങ്കിൽ സാധാരണ പോലെ ഹരിച്ചു നോക്കുക. 1 ലക്ഷം ഒറ്റ 10, 100, 1000, 10000, ലക്ഷം ഡിവൈഡഡ് ബൈ എത്ര 100 ഉണ്ട്? 1, 100ൽ എത്ര പൂജ്യം? 2 പൂജ്യം. ഓക്കെ, അപ്പോൾ ഈ 2 പൂജ്യം വെട്ടിപ്പോയിട്ട് പിന്നെ എത്ര കിട്ടും നമുക്ക്? 1000 എന്ന് കിട്ടും. 1000. സോ ആൻസർ എത്രയാണ്? 1000. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്ന ചോദ്യമാണ്. അടുത്ത ചോദ്യം. അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാണ്. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറും എങ്കിൽ അപ്പുവിൻ്റെ പ്രായം എത്ര? ഈ വയസ്സുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട് ഒരു ഷോർട്ട് കട്ടൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ഏജസ് എന്ന് പറയുന്ന ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഇപ്പോൾ മനസ്സിലേക്ക് ഓർമ്മ വന്നിട്ടുണ്ടാകും. ഇവിടെ നമുക്ക് നോക്കാം. അപ്പുവും അപ്പുവിൻ്റെ അമ്മയും. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ വയസ്സ്, അതായത് അറ്റ് പ്രസൻറ്റ് ഏജ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 9 മടങ്ങാണെന്ന്. അതായത് അപ്പുവിന് 1 വയസ്സാണെങ്കിൽ അപ്പുവിൻ്റെ പ്രായം എത്രയാണോ അതിനെ 9 കൊണ്ട് ഗുണിച്ചാലായിരിക്കും അമ്മയുടെ പ്രായം കിട്ടുക. ഇനിയും പറഞ്ഞിട്ടുണ്ട് 9 വർഷം കഴിയുമ്പോൾ, 9 വർഷം കൂടി കഴിയുമ്പോൾ അവരുടെ വയസ്സിൻ്റെ റേഷ്യോ എത്ര ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 3 മടങ്ങായിട്ട് മാറും. അതായത് അപ്പുവിൻ്റെ പ്രായം 1 ആണെങ്കിൽ അമ്മയുടെ പ്രായം എത്ര ആയിരിക്കും? 3 ആയിരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അപ്പുവിൻ്റെ പ്രായമാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഇവരുടെ വയസ്സ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊരു ഷോർട്ട് കട്ട് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കുക. എത്ര വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്? ഇപ്പോൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന വർഷവും 9 വർഷം കഴിയുമ്പോൾ, അതായത് ഈ 2 ടൈം പീരീഡും തമ്മിൽ എത്ര വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്? 9 ഇൻറ്റു പ്രസൻറ്റ് റേഷ്യോ അല്ലാത്ത റേഷ്യോൻ്റെ ഡിഫറൻസ്. ഇവിടെ ഇതാണ് പ്രസൻറ്റ് റേഷ്യോ. പ്രസൻറ്റ് റേഷ്യോ അല്ലാത്ത റേഷ്യോ എന്ന് പറയുമ്പോൾ ഇതാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം 3ൽ നിന്ന് 1 കുറച്ചാൽ എത്ര കിട്ടും? 2. ഡിവൈഡഡ് ബൈ നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് ഡിഫറൻസ് എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇതാ ഇങ്ങനെ ഗുണിക്കുക. അതായത് 3നെ 1 കൊണ്ട് ഗുണിക്കുക, 3 കിട്ടും. 1നെ 9 കൊണ്ട് ഗുണിക്കുക, 9 കിട്ടും. ഇത് തമ്മിലുള്ള വ്യത്യാസം വലുതിൽ നിന്ന് ചെറുത് കുറച്ചങ്ങ് എഴുതിയാൽ മതി. 9ൽ നിന്ന് 3 കുറച്ചാൽ 6. ഓക്കെ, അപ്പോൾ ആ 6 കൊണ്ട് ഇതിനെ ഹരിക്കുക. 2നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ 6ൽ 2 3 പ്രാവശ്യം. 9നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ
3 എന്ന് കിട്ടും. അതായത് നിങ്ങൾക്ക് കിട്ടിയ ഈ 3 ഉണ്ടല്ലോ, ഈ 3നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഈ 3നെ എടുത്ത് പ്രസൻറ്റ് റേഷ്യോയിലിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അവരുടെ വയസ്സ് കിട്ടും. അതായത് നമ്മൾ എക്സ് ഒക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എക്സിൻ്റെ വാല്യൂ ആണ് ഈ 3. അതായത് ഈ 3നെ നിങ്ങൾ പ്രസൻറ്റ് റേഷ്യോയിലിട്ട് ഗുണിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ ഈ 3നെ ഇപ്പം അപ്പുവിൻ്റെ വാല്യൂവിനെ, അപ്പുവിൻ്റെ വയസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന 1 കൊണ്ട് ഗുണിച്ചാൽ അപ്പുവിൻ്റെ വയസ്സ് കിട്ടും. അമ്മയുടെ വയസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന 9 കൊണ്ട് ഗുണിച്ചാൽ അമ്മയുടെ വയസ്സ് കിട്ടും. നമുക്കിവിടെ ആരുടെ വയസ്സാണ് കണ്ടുപിടിക്കേണ്ടേ? അപ്പുവിൻ്റെ പ്രായം. അപ്പുവിൻ്റെ വയസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന റേഷ്യോ എത്ര? 1. നമുക്ക് വാല്യൂ എത്ര കിട്ടിയത്? 3. അതിനെ 3 കൊണ്ട് ഗുണിക്കുക. എത്ര കിട്ടി? 3. ഉണ്ടോ? വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് പോകാം. ശരിയാണോ? തീർച്ചയായും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. രാമൻ ഒരു ക്യൂവിൽ മുന്നിൽ നിന്ന് 9-മതും പിന്നിൽ നിന്ന് 15-മതുമാണ്. അപ്പോൾ ഇതാണ് ആ ക്യൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൽ കുറേ ആളുകൾ നിൽപ്പുണ്ട്. നമ്മളിങ്ങനെ നോക്കിയപ്പോൾ രാമനെ നമ്മൾ എണ്ണിയപ്പോൾ രാമൻ എവിടെ നിന്നാണ്? ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടും ഇതാണ് ഇതിൻ്റെ ബാക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ മുൻപിൽ നിന്ന് നോക്കിയപ്പോൾ രാമൻ എത്രയാണ്? രാമൻ ഒരു ക്യൂവിൽ മുന്നിൽ നിന്ന് 9-മതാണ്. ഓക്കെ, ഇതാണെന്ന് വിചാരിച്ചു. ഇനി പിന്നിൽ നിന്ന് നോക്കിയപ്പോൾ എത്രയാണ്? പിന്നിൽ നിന്ന് നോക്കിയപ്പോൾ എത്രയാണ്? 15-മതുമാണ്. ഓക്കെ, അപ്പം മുമ്പിൽ നിന്ന് 9, പിൻപിൽ നിന്ന് 15. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടുക. എത്രയായി? 24 പേര് ആ ക്യൂവിലുണ്ടോ? ഇല്ല. കാരണം എന്താ? നമ്മൾ മുമ്പിൽ നിന്ന് എണ്ണിയപ്പോഴും രാമനെ എണ്ണി, പുറകിൽ നിന്ന് എണ്ണിയപ്പോഴും രാമനെ എണ്ണി. അപ്പോൾ 2 പ്രാവശ്യം ഉണ്ടോ രാമൻ? ഇല്ല, രാമൻ ഒന്നല്ലേ ഉള്ളൂ. അപ്പം ഈ 24 എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം രാമനെ എണ്ണിയത് കൊണ്ടാണ്. സോ 24 - 1 എത്ര കിട്ടും? 23 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ ബി 23. ഉണ്ടോ? വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. 2024 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും അടുത്ത വർഷം ഏത്? കഴിഞ്ഞൊരു ദിവസം, തൊട്ട് മുൻപൊരു ദിവസം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഒരു ചോദ്യം വന്നപ്പോൾ ഇതിന് മുൻപും ഏകദേശം എനിക്ക് 2-3 വീഡിയോസ് ഞാൻ ഈ ഒരു വിഷയത്തെ പറ്റി ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടേക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ എനിക്ക് തോന്നുന്നു ഈ ഒരു ചോദ്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ ഓരോരുത്തർ വളരെ രസകരമായ കമൻറ്റുകൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തിനാണ് ആ കലണ്ടർ സൂക്ഷിച്ച് വെക്കുന്നത്? അന്നേരം വേറൊരു കലണ്ടർ മേടിക്കാൻ കാശില്ലാത്തവനാണോ? ഇത്ര ഗതികെട്ട ആരാ ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റ് വന്നിട്ടുണ്ട്. എന്തിനാണ് ഈ കലണ്ടർ സൂക്ഷിച്ച് വെക്കുന്നത്? അന്നേരം വേറെ മേടിച്ചാൽ പോരെ? അങ്ങനെയൊക്കെയുള്ള രസകരമായ കമൻറ്റുകൾ എനിക്ക് അതിൽ വന്നിട്ടുണ്ട്. സോ ചോദ്യം വളരെ സിമ്പിളാണ്. 2024 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന വർഷം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന വർഷം 2024, അതിനെ 4 കൊണ്ട് ഹരിക്കുക. 4 കൊണ്ട് ഹരിക്കാൻ ഇപ്പോൾ വർഷം മൊത്തം എടുക്കണമെന്നില്ല, അവസാനത്തെ 2 അക്കം എടുത്താലും മതി. അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? 4 കൊണ്ട് ഹരിക്കുക. എത്ര കിട്ടി? 6. 6 4 24. ശിഷ്ടം എത്ര കിട്ടി? 0. ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം മക്കളെ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന വർഷം ഒരു ലീപ്പ് ഇയർ ആണോ? അതുകൊണ്ടാണല്ലോ 4 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 0 കിട്ടിയത്. അതിവർഷം ലീപ്പ് ഇയർ ആണോ നോക്കുന്നത് എങ്ങനെ? സാധാരണ ഒരു വർഷമാണെങ്കിൽ അതിനെ 4 കൊണ്ട് ഹരിച്ച് നോക്കുക. ശിഷ്ടം 0 കിട്ടിയാൽ ലീപ്പ് ഇയർ ആണ്. 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ ലീപ്പ് ഇയർ ആണ്. സെഞ്ചുറി ആണെങ്കിൽ ഇപ്പോൾ 1000, 1100, 1200, 1300, 1400, 2000, 2500, 2300, 3000 എന്നൊക്കെ പറയാം. അതായത് അവസാനം 2 0 വരുന്ന വർഷമാണെങ്കിൽ 400 കൊണ്ട് ഹരിക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ അത് ലീപ്പ് ഇയർ ആണ്. അപ്പോൾ അവസാനം 2 0 വരുന്ന ഒരു വർഷമാണെങ്കിൽ അതിനെ 400 കൊണ്ട് ഹരിക്കണം. അല്ലാത്ത വർഷമാണെങ്കിൽ അതിനെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ലീപ്പ് ഇയർ ആണ്. ഒരു ലീപ്പ് ഇയർ ആണെങ്കിൽ എല്ലാ 28 വർഷം കഴിഞ്ഞ് വരുന്ന കലണ്ടറും റിപ്പീറ്റ് ചെയ്യും. സെയിം കലണ്ടർ ആയിരിക്കും. അപ്പോൾ 2024 ലീപ്പ് ഇയർ ആണ്. ഇനി ഈ വർഷത്തെ കലണ്ടർ, ഇത് ലീപ്പ് ഇയർ ആണെങ്കിൽ ഈ വർഷത്തെ കലണ്ടർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇനിയൊരു 28 കൊല്ലം കൂടെ കഴിഞ്ഞുള്ള വരുന്ന വർഷമായിരിക്കും. അപ്പോൾ ചോദിക്കും സാർ, അല്ലാത്ത 2025 കലണ്ടർ ആണെങ്കിലോ? നിങ്ങളൊരു വർഷം എടുത്തു, അതിനെ 4 കൊണ്ട് ഹരിക്കുക, അല്ലെങ്കിൽ അവസാനത്തെ 2 അക്കത്തെ 4 കൊണ്ട് ഹരിക്കുക. ഒരു സംഖ്യ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഏതൊക്കെയാണ് മക്കളെ ശിഷ്ടം കിട്ടുക? 0 കിട്ടും. 4 കൊണ്ട് നിശേഷം ഹരിക്കാമെങ്കിൽ 0 കിട്ടും. 1 ശിഷ്ടം കിട്ടും, 2 ശിഷ്ടം കിട്ടും, 3 കിട്ടും. 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 4 കിട്ടുമോ? ഒരിക്കലും ഇല്ല. 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0, 1, 2, 3 വരെ കിട്ടത്തുള്ളൂ. 4 കിട്ടത്തില്ല, 5 കിട്ടത്തില്ല, 1 കിട്ടത്തില്ല. അപ്പോൾ 4 കൊണ്ട് ഹരിച്ചാൽ ഇത്രയായിരിക്കും ശിഷ്ടം കിട്ടുക. അതിൽ 0 വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ വർഷത്തിൻ്റെ കൂടെ 28 കൂട്ടണം. ശിഷ്ടം 1 വന്നാലോ 6 കൂട്ടണം. ശിഷ്ടം 2 വന്നാലോ 11 കൂട്ടണം. ശിഷ്ടം 3 വന്നാലോ 11 കൂട്ടണം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് ശിഷ്ടം 0 അപ്പോൾ നമ്മൾ എത്ര കൂട്ടണ്ടേ? 28. അപ്പോൾ 2024 പ്ലസ് 28 എത്ര കിട്ടും? 8 4 12, 2 2 4 1 5, 2052. അപ്പോൾ 2052 വർഷം
അല്ലെങ്കിൽ 2052 എന്ന് പറയുന്ന വർഷം ഈ വർഷത്തെ കലണ്ടർ നമുക്ക് ഉപയോഗിക്കാം. വേണമെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോ. എന്നിട്ട് ഞാൻ ഓപ്ഷൻ പെട്ടെന്ന് 2052 കണ്ടില്ല, ഇവിടെ കിടപ്പുണ്ടായിരുന്നല്ലേ കൊച്ചുകള 2052. സോ ഓപ്ഷൻ ഡി 2052. അപ്പോൾ വേണമെങ്കിൽ ഈ കലണ്ടർ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോ. എന്നിട്ട് നിങ്ങൾക്ക് പറയാം, ഞങ്ങൾ ഇതുപോലെ ഒരു സാറ് പഠിപ്പിക്കാൻ വന്നായിരുന്നു, ഞങ്ങൾ യൂട്യൂബിലൊക്കെ ഒരു സാറുണ്ടായിരുന്നു, അപ്പോൾ അങ്ങേര് പറഞ്ഞതാണ് സൂക്ഷിച്ച് വെച്ചോളാം, അതുകൊണ്ട് ഞാൻ ഓർമ്മയ്ക്ക് സൂക്ഷിച്ച് വെച്ചേക്കുവാണ് എന്ന് നിങ്ങൾക്ക് അന്നേരം നിങ്ങളുടെ മക്കളെ ഒക്കെ എടുത്ത് കാണിക്കാം. അപ്പോൾ 2052 കലണ്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2024 കലണ്ടറിൻ്റെ സെയിം ആയിരിക്കും. 2052 ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾ അന്നേരം ഇത് നോക്കിക്കോണം കേട്ടോ. ആര് കാണാൻ. അടുത്തത് പൈതഗോറസ് തൃകങ്ങളല്ലാത്തത്. തൃകങ്ങൾ, പൈതഗോറസ് ട്രിപ്പിൾസ് എന്നാണ് അതിനെ പറയുക. അതായത് പൈതഗോറസ് തിയറം നമുക്കറിയാമല്ലോ മക്കളെ. എന്താ പൈതഗോറസ് തിയറം എന്ന് പറയുമ്പോൾ A² + B² = C². അതായത് ഒരു മട്ടത്രികോണം എടുക്കുമ്പോൾ അതിൻ്റെ ബേസ് പെർപെൻഡിക്കുലർ ഓർ ഓൾട്ടിറ്റ്യൂഡ് ഓർ ഹൈപ്പോട്ടനസ്. സോ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ = ഹൈപ്പോട്ടനസ് സ്ക്വയർ. അപ്പോൾ ഈ രൂപത്തിൽ വരുന്ന നമ്പർ അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ഈ 3:4:5 എന്ന് പറഞ്ഞാൽ എന്താ? 3² + 4² = 5². ശരിയല്ലേ? 3² 9, 4² 16 = √16 9 25 = 5. സോ A² + B² = C². അതുപോലെ തന്നെ 5 12 13, 5² + 12² = 13². ശരിയാണോ നോക്കാം. 5² 25, 12² 144 = √169 and which is equal to 13. ശരിയാണ്. അടുത്തത് എന്താണ്? 7² + 24². ഇതൊക്കെ എനിക്കിപ്പോൾ എൻ്റെ മനസ്സിൽ ഈ നമ്പേഴ്സൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് ട്രിപ്പിൾസ് എൻ്റെ മനസ്സിൽ ഓർമ്മയുള്ളതുകൊണ്ട് ഞാൻ അങ്ങ് പെട്ടെന്ന് പറയുന്ന, അല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ട്രയൽ ഒന്ന് ട്രയൽ നോക്കിയാൽ മതി. 7² + 24² = 25². 7² എത്രയാണ്? 49. 24² എത്രയാണ്? 576 = √625 and which is equal to 25. യെസ്. സോ ഇത് മൂന്നും ശരിയാണ്. അപ്പോൾ തെറ്റേതാണ്? ഇതാണ്. സോ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം, ഒരു കാര്യമില്ല. എങ്കിലും എനിക്ക് സമയം ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്യുക കേട്ടോ. 3² + 7² = 8². ശരിയാണോ നോക്കണം നമുക്ക്. = എഴുതാൻ പറ്റത്തില്ല, not equal to 8², കാരണം കിട്ടത്തില്ല. 3² എത്ര മക്കളെ? 9 + 7² എത്ര? 49 = √58. 58ൻ്റെ റൂട്ടാണോ 8? ഒരിക്കലുമല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് തെറ്റാണ്. അപ്പോൾ ആൻസർ എത്ര? നമുക്ക് 873. ഒരിക്കലും ഇതൊരു പൈതഗോറസ് ട്രിപ്പിൾസ് അല്ല. എങ്കിൽ പൈതഗോറസ് തൃകങ്ങൾ അത് തന്നെ, പൈതഗോറസ് തൃകങ്ങൾ അല്ല. നാക്ക് പഠിക്കണം എന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. അടുത്തത് 5 + 2 + 3 - 1/2 × 6. വളരെ എളുപ്പമാണ്. നിങ്ങളുടെ ബേസിക് ബോട്ട് മാസ് സ്കിൽ അല്ലെങ്കിൽ ബേസിക് കാൽക്കുലേഷൻ സ്കില്ലിനെ അളക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് മക്കളെ 5 + 2 × 3 - 1/2 × 6. ഓക്കെ. സോ 6/2 3 അല്ലേ? അല്ലെങ്കിൽ പോട്ടെ, നമുക്ക് ആദ്യം 5 എഴുതാം. പ്ലസ് നമുക്ക് ഈ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അങ്ങ് ചെയ്യാം, കാരണം ഇവിടെ അല്ലേ ഡിവിഷൻ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 3 × 2 6 മൈനസ് 6 2 കൊണ്ട് 6നെ ഹരിച്ചാൽ എത്ര കിട്ടും? 3 - 3. 6 5 11 മൈനസ് 3 എത്ര കിട്ടും? 8. ഈ പ്ലസ് മൈനസ് മാത്രം വരുവാണെങ്കിൽ ആദ്യം കൂട്ടിയിട്ട് കുറയ്ക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ അല്ലാതെ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? 5 പ്ലസ് 6 3 കുറയ്ക്കുക 3 എത്ര കിട്ടും? 8. പ്ലസും മൈനസും മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾ റൂളൊന്നും നോക്കണം, നിങ്ങൾക്ക് തോന്നുന്ന പോലെ ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ അത് കഴിഞ്ഞു. സോ എത്ര കിട്ടി? 8. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം ഇതാണ് ചോദ്യം. എനിക്ക് എത്രയായാലും നേരെ ചൊവ്വേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ കഷ്ടമാണ് മിസ്റ്റർ PSC. അതായത് നിസാരമായിട്ടുള്ള ഒരു ചോദ്യം, ഇതൊക്കെ എന്തിനാണ് ഇവന്മാരെ കൊണ്ട് ഈ വെറുതെ ഡിലീറ്റ് ചെയ്യാനായിട്ട് ഓരോ പണി കാണിച്ചു വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെസാഗു LCM കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ LCM കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇപ്പോൾ എല്ലാം ഡെസിമലാണ്, ഡെസിമൽ അങ്ങ് കളയണം. ഡെസിമൽ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 5 ഈ ഇവിടെ 2 സ്ഥാനം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും മൊത്തത്തിൽ അങ്ങ് 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇത് എത്ര ആവും? 50. 0.25നെ 100 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 25. ഇതിനെ 100 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 35.
ഇതിൻ്റെ LCM നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇതിൻ്റെ LCM എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പോൾ കോമൺ മൾട്ടിപ്പിൾ, അങ്ങനെ ഏറ്റവും ചെറുത്. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ മെത്തേഡിൽ വെച്ചിട്ട് നമ്മൾ LCM കണ്ടുപിടിക്കുന്നു. ഇനി LCM കണ്ടുപിടിക്കുന്ന അറിയത്തില്ല എങ്കിൽ ഇങ്ങോട്ട് നോക്കിക്കോ. എത്ര കിട്ടി? 350 എന്ന് കിട്ടി. അപ്പോൾ ഞാൻ മിണ്ടാതിരുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ടാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഓടിച്ചു വിടാനാണ്. 10 സെക്കൻഡ് ഓടിച്ചു വിടാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് 350 എന്ന് കിട്ടി. അപ്പോൾ 350 എന്ന് പറയുമ്പോൾ ആൻസർ കറക്റ്റ് ആണോ? അല്ല. കാരണം നമ്മളിവിടെ എല്ലാം 100 കൊണ്ട് ഹരിച്ചിട്ടല്ലേ, 100 കൊണ്ട് ഗുണിച്ചിട്ടല്ലേ. 5നെ 0.5നെ 100 കൊണ്ട് ഗുണിച്ചു, 0.25നെ ഗുണിച്ചു, അങ്ങനെ 100 കൊണ്ട് ഗുണിച്ചതുകൊണ്ടാണ് നമുക്കിത് കിട്ടിയത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ റിവേഴ്സ് ചെയ്യണം. 350 ഡിവൈഡഡ് ബൈ 100 എത്ര കിട്ടും? നമുക്ക് 3.5 എന്ന് കിട്ടും. സോ അതുപോലും ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. എവിടെ നിന്ന് എടുത്തിട്ട് കറപ്പിക്കും? 4 ഓപ്ഷൻ അല്ലേ ഉള്ളൂ. അവിടെ എഴുതി എടാ പൊട്ടാ 350 ആണെന്ന് 3.5 ആണെന്ന് എഴുതി കൊടുത്ത് വിടാനുള്ള ഓപ്ഷൻ നമുക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത് കളയും കേട്ടോ. അത് പിന്നെ സ്ഥിരമാണ്, ആ പരിപാടി ഉള്ളതാണല്ലോ. അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാൻ എല്ലാം അങ്ങ് ചുമപ്പിച്ചിട്ടേക്കുന്നത്. നമ്മുടെ പ്രതിഷേധമാണിത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചുമപ്പിച്ചിട്ടേക്കുന്നത് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നതിൽ വലിയ സംഖ്യ ഏത്? എന്ത് നോക്കാനാണ് അത് തന്നെ വലുത്? കാരണം എന്താ? അപ്പോൾ ചോദിക്കും ഇയാൾക്ക് ഇത് എങ്ങനെ കിട്ടി എത്ര പെട്ടെന്ന്? എൻ്റെ മക്കളെ ഇത് നോക്കിക്കുക. 5നെ 3 കൊണ്ട് ഹരിച്ചാൽ 1 പോയിന്റ് ചില്ലറ, 1 ചില്ലറയല്ലേ കിട്ടത്തുള്ളൂ. 2 കിട്ടുമോ? 3ൻ്റെ ഇരട്ടിയാണോ? അല്ല. 11ൻ്റെ ഇരട്ടിയാണോ? അല്ല. അപ്പോൾ അവിടെ 1 ചില്ലറ. 111ൻ്റെ ഇരട്ടിയാണോ? അല്ല. 1 ചില്ലറ. ഇത് നോക്കിക്കേ, 5 × 3 15 കഴിഞ്ഞു പോയി. അതായത് 3 ഇരട്ടി കൂടുതലുണ്ട്. 5നെ 3 കൊണ്ട് ഗുണിച്ചാൽ 15, പിന്നെ അതായത് 3 ഇരട്ടി ഉണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ ബെഡ ആരാണ്? ഇതാണ് ബെഡ ബൈ 17/5. സോ ഡി. എന്താലോചിക്കാനാണ്? ഒന്നുമില്ല. അയ്യോ ഇതേ മലയാളം ഫോണ്ട് 10ാമത്തേത് എന്താണ്? അയ്യോ ചോദ്യം തന്നെ മാറിപ്പോൾ. എന്താണ് ഇത് എന്തായിരിക്കും ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത്? 1.11 തുല്യമായത് എന്ത്? അങ്ങനെ ആയിരിക്കും ചോദ്യം. ഒരു സെക്കൻഡേ, ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കോട്ടെ. എന്നാലും അത് ആ മലയാളം ഫോണ്ടിലോട്ട് മാറ്റാൻ വിട്ടുപോയതാണ് കേട്ടോ. എന്തായാലും ഞാൻ എഡിറ്റിംഗ് സമയത്ത് അത് വൃത്തിയാക്കി നിങ്ങൾക്ക് തരാം. എന്തായാലും ഇതിപ്പം ഒരു സെക്കൻഡേ. അത് തന്നെ 1.1 × 1.11ൻ്റെ വില കാണുക. അപ്പം ഇതിൻ്റെ വില കാണുക. ഇതിനേക്കാളും നല്ലത് സാറ് വാഗൊണ്ട് പറഞ്ഞാൽ മതിയായിരുന്നല്ലേ. എന്ത് വൃത്തികെട്ട കയ്യക്ഷരം. സാരമില്ല, നിങ്ങളുടെ വിധിയാണെന്ന് ഓർക്കുക. അപ്പോൾ 1.1 × 1.11ൻ്റെ വില കാണുക എന്നാണ് മക്കളെ ചോദ്യം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളിപ്പോൾ 1.11 × 1.11ൻ്റെ വില കാണുക എന്നല്ലേ ചോദ്യം? അതെ. അപ്പോൾ 1.11. ഓക്കെ. അപ്പം നിങ്ങളിതിനെ അങ്ങ് ഗുണിക്കുക. നേരെ പോയിന്റ് എല്ലാം അങ്ങ് എടുത്ത് കളയുക. 111 × 111 എത്ര കിട്ടും? 1221 അല്ലേ? ഇവിടെ ഒരു മിനിറ്റ് ഞാൻ എഴുതിയപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. നോക്കാം നമുക്ക്. അതായത് ഇവിടെ 1.1 × 1.11. അപ്പം നമ്മൾ ഈ പോയിന്റ് അങ്ങ് കളയുകയാണ്. 11നെ 111 കൊണ്ട് ഗുണിക്കുക. എത്ര കിട്ടും? 1221 അല്ലേ? 11നെ നമ്മൾ 111 കൊണ്ട് ഗുണിച്ചു. നമുക്ക് എത്ര കിട്ടി? 1221. ഇനി മക്കളെ നോക്കിക്കേ, ഇവിടെ ഒരു ഡെസിമൽ പ്ലേസ് ഉണ്ട്, ഇവിടെ 2 പ്ലേസ് ഉണ്ട്. ഇവിടെ 1 ദശാംശ സ്ഥാനം, ഇവിടെ 2 ദശാംശ സ്ഥാനം. സോ മൊത്തം എത്ര ദശാംശ സ്ഥാനം? 3 ദശാംശ സ്ഥാനം. അപ്പം വലത്ത് നിന്ന് 1 1 2 3 അല്ലേ? 1 2 3 3 സ്ഥാനം കഴിഞ്ഞൊരു കുത്തിടുക. അപ്പോൾ എത്ര കിട്ടും? നമുക്ക് 1.221. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇച്ചിരി ബോധം ഉണ്ടെങ്കിൽ ഈ ചോദ്യം നമ്മൾ തെറ്റിക്കത്തില്ല. എന്തൊക്കെ പോയാലും ഇത് ഒന്നല്ലേ?
ഒന്നിനെ ഒന്നുകൊണ്ട് ഗുണിച്ചാൽ 1 ചില്ലുവാനും അല്ലേ വരുത്തുള്ളൂ. അല്ലാതെ 12ഉം 122ഉം 11 ഒന്നും വരുത്തില്ലല്ലോ. നിങ്ങൾക്ക് ഡെസിമൽ ഒന്നും ബോധമില്ലെങ്കിലും 1 ചില്ലറ കൊണ്ട് ഗുണിച്ചു, അതൊരിക്കലും 10ഉം കിട്ടത്തില്ല, 12ഉം കിട്ടത്തില്ല, 122ഉം 11ഉം ഒന്നും കിട്ടത്തില്ല. അപ്പൊ ഈസി ആയിട്ട് 1.221 നിസ്സാരമായ ചോദ്യം കേട്ടോ. ഇതിനൊന്നും അധികം ഇങ്ങനെ പോലും ചെയ്യേണ്ട ആവശ്യമില്ല. കോമൺ സെൻസ്. 1 ചില്ലറയായ ഒരു സംഖ്യയെ 1 ചില്ലറയായ വേറൊരു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അത് ഏകദേശം 1 അല്ലെ കൂടിപ്പോയാൽ 2. ഇപ്പോൾ 1.9നെ 1.9 കൊണ്ട് ഗുണിച്ചാൽ പോലും, അല്ലെ 2നെ 2 കൊണ്ട് ഗുണിച്ചാൽ പോലും 4. അപ്പൊ എന്തായാലും 4ൽ മുകളിലോട്ട് ഒരു സാധനം കിട്ടുകേല ഹേ. അപ്പൊ 4ൽ താഴെയുള്ള ഉത്തരം ഇവിടെ ഇതല്ലേ ഉള്ളൂ. സിമ്പിൾ, അത്രേ. എന്നാലും അതൊരു കൊടുംചതിയായിപ്പോയി. തുക കാണുക. ഇത് സമാന്തര ശ്രേണികളുടെ തുക കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് n/2 × 2a + n-1 × d ഒക്കെ ഉപയോഗിച്ച് ചെയ്യാം. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതാണ്ട് ഇങ്ങനെയും ചെയ്യാം. അപ്പം അങ്ങനെ വേണമെങ്കിൽ n കണ്ടുപിടിച്ച് അങ്ങനെയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ മക്കളെ ഇങ്ങോട്ട് നോക്കിക്കേ, 3 + 6 + 9 up to 90 വരെ കൂട്ടണം. അപ്പോൾ എല്ലാം 3 × 1 3 × 2 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ. ഞാൻ ആ 3നെ കോമൺ ആയിട്ട് ഇങ്ങനെ പുറത്തെടുത്തു. ഓക്കെ, 3 × പിന്നെ 3നെ 3 കൊണ്ട് ഹരിച്ചാൽ 1, 6നെ 3 കൊണ്ട് ഹരിച്ചാൽ 2 +9 up to 90നെ 3 കൊണ്ട് ഹരിച്ചാൽ 30. ഇത് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്തുവാ? n × n+1/2. അപ്പോൾ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 3 × 30 × 31/2 അല്ലേ? 31/2 അല്ലേ? അപ്പോൾ നമുക്ക് 3 × ഇതിനെ നമുക്ക് വെട്ടിക്കളയുമ്പോൾ എത്ര കിട്ടും? 15 × 31. 15 × 3 45 × 31. എത്ര കിട്ടും? 45 × 31 എത്ര കിട്ടും? 1395. 1395. 1395. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. എടി, എക്സും വൈയും ഒറ്റ സംഖ്യയാണെങ്കിൽ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും ഇരട്ട സംഖ്യ? x + y. 2 ഒറ്റ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത് എപ്പോഴും ഒരു ഇരട്ട സംഖ്യ ആയിരിക്കും. 1ഉം 3ഉം കൂടെ കൂട്ടിക്കോ 4, 2ഉം 5ഉം കൂടെ കൂട്ടിക്കോ 2 ഇരട്ട സംഖ്യയാണ്. 3ഉം 5ഉം കൂടെ കൂട്ടിക്കോ 8, 7ഉം 9ഉം കൂടെ കൂട്ടിക്കോ 16. ഏത് 2 ഇരട്ട സംഖ്യകൾ തമ്മിൽ കൂട്ടിയാലും കിട്ടുന്നത് ഏത് 2 ഒറ്റ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാലും കിട്ടുന്നത് ഒരു ഇരട്ട സംഖ്യ ആയിരിക്കും. ഏത് 2 ഒറ്റ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാലും കിട്ടുന്നത് ഒരു ഇരട്ട സംഖ്യ ആയിരിക്കും. അപ്പൊ 2 ഒറ്റ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത് എപ്പോഴും എന്തായിരിക്കും മക്കളെ? ഒരു ഇരട്ട സംഖ്യ ആയിരിക്കും. സോ ആൻസർ എന്തായിരിക്കും? x + y ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം. യെസ്, √x/221 = 2 ആയാൽ എക്സിന്റെ വില എത്ര? വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. √x/ അതിനകത്ത് നിൽക്കുന്നില്ല. √x/221 = 2. അപ്പം ഞാൻ ഇവൻ്റെ അഹങ്കാരം കളയാൻ വേണ്ടി, അതായത് റൂട്ട് കളയാൻ വേണ്ടി ഇവനെ അങ്ങ് സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ ഇവനെയും സ്ക്വയർ ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഒരു റൂട്ടുള്ള സംഖ്യയുടെ സ്ക്വയർ ചെയ്താൽ റൂട്ട് അങ്ങ് പോകുന്നേ ഉള്ളൂ. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ അഹങ്കാരം കളയൂ എന്ന്. അപ്പം x/221. പക്ഷേ ഈ പാവം പിടിച്ചവനെ സ്ക്വയർ ചെയ്യുമ്പോൾ അവന് അഹങ്കാരം ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 2ന്റെ സ്ക്വയർ 4. അപ്പോൾ എക്സിനെ 221 കൊണ്ട് ഹരിച്ചാൽ 4 കിട്ടും. അപ്പോൾ എക്സ് എത്രയാണെന്ന് ചോദിച്ചാൽ ഹരിച്ചവൻ അപ്പുറത്ത് പോകുമ്പോൾ ഗുണിക്കും. 4 × 221 എത്ര കിട്ടും? 4, 8, 8, അതായത് 884, വിച്ച് ഈസ് ഓപ്ഷൻ ഡി. യെസ്, ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം. 10 സംഖ്യകളുടെ ശരാശരി 23 ഇതിൽ ഓരോ സംഖ്യയോടും 4 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയുടെ ശരാശരി എത്ര? മക്കളെ, നിങ്ങൾക്ക് ശരാശരിയെ വേണ്ടത്ര പരിചയമില്ല. കാരണം ഇവിടെ ശരാശരി എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിന്റെ മൊത്തത്തിലുള്ള സ്വഭാവമാണ് ശരാശരി എന്ന് പറയുന്നത്. അതായത് ഗ്രൂപ്പിലെ എല്ലാവർക്കും എന്ത് സംഭവിക്കുന്നോ അത് തന്നെ ശരാശരിക്കും സംഭവിക്കും. അതായത് ഒരു കൂട്ടം സംഖ്യകളുടെ ശരാശരി 23. അതിൽ ഓരോ സംഖ്യയുടെയും കൂടെ നിങ്ങൾ 4 കൂട്ടിയാൽ ശരാശരി എന്ന് പറഞ്ഞാൽ എന്താ? ക്ലാസ് ലീഡറിനെ പോലെ, ക്ലാസിന്റെ സ്വഭാവമാണ് ക്ലാസ് ലീഡറിന്, അല്ലേ എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ശരാശരി എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഗ്രൂപ്പിന് എന്ത് സംഭവിച്ചു? എല്ലാവർക്കും 4 കൂടി. അപ്പോൾ ശരാശരി എത്ര കൂടും? 4 കൂടും. 23 4 27. സോ ആവറേജ് എന്താണ്? ആവറേജ് മീൻസ്
എ സിംഗിൾ നമ്പർ ദാറ്റ് റെപ്രസെന്റ്സ് എ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ്. ഒരു കൂട്ടം സംഖ്യകളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഖ്യയാണ് ആവറേജ്. അപ്പോൾ ആ ഒരു കൂട്ടം സംഖ്യകൾക്ക് എന്ത് സംഭവിച്ചാലും ആവറേജിനും അതേ കാര്യം തന്നെ സംഭവിക്കും. സോ ആൻസർ 27. വെരി സിമ്പിൾ. അടുത്ത ചോദ്യം, ഒരു സ്കൂട്ടർ 9200 രൂപയ്ക്ക് വിറ്റപ്പോൾ 15% ലാഭം കിട്ടി എങ്കിൽ വാങ്ങിയ വില എത്ര? 15% ലാഭം കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ പാവം പിടിച്ചവൻ 100% ചെലവാക്കിയാൽ അവൻ അതിൻ്റെ കൂടെ ആ ചെലവാക്കിയ 100ന്റെ 15% കൂടെ കിട്ടും. അപ്പോൾ 115% ആയിരിക്കും ഇയാളുടെ സെല്ലിംഗ് പ്രൈസ്. അതാണ് പറഞ്ഞിരിക്കുന്ന എത്ര? 9200. അപ്പോൾ മക്കളെ 9200 എന്ന് പറയുന്നത് എത്രയാണ്? 115%. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് 100% ആയിരിക്കും. അപ്പോൾ 9200 115% ആണെങ്കിൽ 100% എത്ര? 100% എത്ര? കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും 100% ആയിരിക്കും. കോസ്റ്റ് പ്രൈസിനെ 100% ആയിട്ട് എടുത്താൽ പ്രോഫിറ്റ് 15%, സെല്ലിംഗ് പ്രൈസ് 115%. അപ്പോൾ 115% എന്ന് പറയുന്നത് 9200 ആണെങ്കിൽ 100% കോസ്റ്റ് പ്രൈസ് എത്ര? പോട്ടെ, 1% എങ്ങനെ കിട്ടും? 1% കിട്ടാൻ എന്ത് ചെയ്യണം നമ്മൾ? ഈ 9200നെ 115 കൊണ്ട് ഹരിക്കും. കാരണം 115 മുട്ടായിക്ക് 9200 രൂപയാണ്. ഒരു മുട്ടായുടെ വില 9200 ഡിവൈഡഡ് ബൈ 115. നമുക്ക് വേണ്ടത് 115 ആണോ അല്ലെങ്കിൽ 1% ആണോ? അല്ല, കോസ്റ്റ് പ്രൈസ് 100 കൊണ്ട് ഗുണിക്കുക. 100 കൊണ്ട് ഗുണിക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ കാൽക്കുലേഷനാണ് ശ്രദ്ധിക്കണേ. ഇതിനെ 5 കൊണ്ട് ഹരിച്ചു, എത്ര കിട്ടി? 23. ഇതിനെ 5 കൊണ്ട് ഹരിച്ചു, എത്ര കിട്ടി? 20. 23നെ 4 കൊണ്ട് ഗുണിച്ചാലാണ് എത്ര കിട്ടുക? 92 കിട്ടുക. അപ്പം ഈ 2 0 എടുത്തിട്ട് 400. സോ ആൻസർ എന്ന് പറയുമ്പോൾ 400നെ 20 കൊണ്ട് ഗുണിക്കണം. 4നെ 2 കൊണ്ട് ഗുണിച്ച് 8 എഴുതുക. ഇവിടെ ഒരു 2 0 ഉണ്ട്, പിന്നെ ഇവിടെ ഒരു 0 ഉണ്ട്. 0 എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. 8000 എന്ന് കിട്ടും. ഓപ്ഷൻ എ 8000. ഓക്കെ, അടുത്ത. സോ ആൻസർ കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം, ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് 60 km/h വേഗതയിലും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് 40 km/h വേഗതയിലും യാത്ര ചെയ്താൽ യാത്രയുടെ ശരാശരി വേഗത എത്ര? ഒരുത്തൻ എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നു, അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള വേഗത x km/h. ഓൻ തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് വരുമ്പോൾ ഉള്ള വേഗത y km/h ആണെങ്കിൽ ഉസ്ക ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു, ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. എടാ മക്കളെ, ആവറേജ് സ്പീഡ് എന്തുവാന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വായിൽ നിന്ന് ഒരൊറ്റ കാര്യം വരാവൂ. എന്തുവാ? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. അത് ഇതിനെ ഇപ്പം നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ക്ലാസ് കാണുമ്പോൾ നമ്മളിവിടെ ഡി ആയിട്ടൊക്കെ എടുത്ത് എക്സ് അങ്ങനെയൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ നമുക്കൊരു ഷോർട്ട് കട്ട് കിട്ടും. അതായത് ഈക്വൽ ഡിസ്റ്റൻസും 2 ഡിഫറൻറ്റ് സ്പീഡും. അങ്ങോട്ട് പോകുന്ന വേഗതയും അങ്ങോട്ട് പോകാൻ ഒരു വേഗതയും ഇങ്ങോട്ട് വരാൻ വേറൊരു വേഗതയും രണ്ട് സമയത്തും സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ, ഒന്നുകൂടെ പറയാം, 2 ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് പോകുന്നത് ശരിയല്ലേ? എയിൽ നിന്ന് ബിയിലോട്ട് പോകുന്നു, ബിയിൽ നിന്ന് എയിലേക്ക് വരുന്നു. സോ അങ്ങോട്ട് പോകുന്ന ഡിസ്റ്റൻസും ഇങ്ങോട്ട് വരുന്ന ഡിസ്റ്റൻസും ഈക്വൽ ആണ്. അതിന് 2 വ്യത്യസ്ത സ്പീഡുകൾ എടുക്കുന്നു. ഏതൊക്കെയാ? എക്സും വൈയും അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു കിടൽ ഇക്വേഷൻ ഉണ്ട്, 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് വൈ. 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് വൈ. യെസ്. അപ്പോൾ 2 ഇൻറ്റു ഇവിടെ എക്സിന് പകരം അങ്ങോട്ട് പോകുന്നത് 60, ഇങ്ങോട്ട് വരുന്നത് എത്രയാണ്? 40. ഓക്കെ. സോ 2 ഇൻറ്റു 60 ഇൻറ്റു 40 ഡിവൈഡഡ് ബൈ x പ്ലസ് വൈ. 60 40 എത്ര? 100. എന്തെളുപ്പമെന്ന് അറിയോ? ഈ 0 വെട്ടി, ഈ 0 വെട്ടി. ആഹാ, എന്തെളുപ്പം. എന്നിട്ട് 6 × 2 12, 12 × 4 48 km/h. ശരിയാണോ? ഓപ്ഷനിലുണ്ടോ? യെസ്, 48 km/h. അടുത്ത ചോദ്യം. അപ്പോൾ 48 km/h. അടുത്ത ചോദ്യം, 2 11 32 ക്വസ്റ്റ്യൻ മാർക്ക്. എന്തായാലും ഡിഫറൻസ് ഒന്നും നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. 2ഉം 9 2ഉം 11 11 എനിക്ക് കിട്ടിയത്. ചിലപ്പം ഞാൻ ഒരുപാട് സമയം ഇതിൻ്റെ പുറകെ പോയില്ല. ഇത് കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് നല്ല രീതിയിൽ ഒരു പുരോഗമിച്ച് പോകുന്നുണ്ട്, അതായത് കൂടി പോകുന്നുണ്ട്. ഞാൻ വിചാരിച്ചു സ്ക്വയറോ ക്യൂബോ വല്ലതും വെച്ച് നോക്കാം. ആദ്യം 1ൻ്റെ സ്ക്വയർ പ്ലസ് 1, 2ൻ്റെ സ്ക്വയർ 4, പിന്നെ വരുന്നത് 7ഒക്കെയാണ് വരുന്നത്. അതുകൊണ്ട് എനിക്ക് അതിനത്ര ഒരു ഗുമ്മ് തോന്നിയില്ല. 1ൻ്റെ ക്യൂബ് 1, അതിൻ്റെ കൂടെ 1 കൂട്ടിയാൽ 2. 2ൻ്റെ ക്യൂബ് 8, അതിൻ്റെ കൂടെ 3 കൂട്ടിയാൽ 8ഉം 3ഉം 11. അടുത്തത് മക്കളെ 3ൻ്റെ ക്യൂബ് 27. 27ൻ്റെ കൂടെ ഇവിടെ 32 കിട്ടണമെങ്കിൽ 5 കൂട്ടണം. അപ്പോൾ 27 + 5 32. ഇപ്പം ടെക്നിക്ക് പിടി കിട്ടി. കാരണം എന്താ?
1ന്റെ സ്ക്വയർ പ്ലസ് 1, 2ന്റെ സ്ക്വയർ പ്ലസ് 3, 3ന്റെ ഒന്നിന്റെ ക്യൂബ് പ്ലസ് 1, 2ന്റെ ക്യൂബ് പ്ലസ് 3, 3ന്റെ ക്യൂബ് പ്ലസ് 5. അപ്പോൾ അടുത്തത് വരുന്നത് 1, 2, 3. അടുത്തത് എത്ര ആയിരിക്കും വരിക? എത്ര ആയിരിക്കും വരേണ്ടത്? 4ന്റെ ക്യൂബ് പ്ലസ് 1, 3, 5 കഴിഞ്ഞാൽ 7. 4ന്റെ ക്യൂബ് എത്ര മക്കളെ? 64 അല്ലേ? 64ന്റെ കൂടെ 7 കൂട്ടിയാൽ എത്ര കിട്ടും? 64, 6, 70. പിന്നെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 71 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷനിലുണ്ടോ? യെസ്, ഓപ്ഷൻ എ. ഓപ്ഷൻ എ ശരിയാണോ? തീർച്ചയായും. സോ ആൻസർ എത്ര കിട്ടി? 71 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഇതിനകത്ത് ഇനിയും ചോദ്യങ്ങളുണ്ട്. മറ്റേ ഒരു കോഡിംഗ് ഡീകോഡിംഗ് ചോദ്യം ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബ്ലഡ് റിലേഷൻ ചോദ്യം ഉണ്ടായിരുന്നു, പിന്നെ റീസണിങ് ചോദ്യങ്ങൾ എടുക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ ചാനലിൽ പൂർണ്ണമായും നമ്മൾ മാത്സ് എന്ന് പറയുന്നതുകൊണ്ട് റീസണിങ് ചോദ്യങ്ങൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. വലിയ സിമ്പിളായിട്ടുള്ള ചോദ്യമായിരുന്നു, വലിയ കാര്യമൊന്നുമില്ല. അത് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന ചോദ്യങ്ങളായിരുന്നു. ഒരു 3 ചോദ്യങ്ങൾ ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് മുഴുവൻ മാർക്ക് മേടിക്കാവുന്ന ഒരു ചോദ്യമായിരുന്നു. ഒരല്പം ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചൊക്കെ ഒരു LGS നിലവാരത്തിൽ തന്നെ നിൽക്കുന്ന ചോദ്യങ്ങളായിരുന്നു. കടുകട്ടി ചോദ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതിൽ കുറച്ചധികം ചോദ്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസായിട്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പരീക്ഷ എഴുതിയിട്ട് എത്ര മാർക്ക് കിട്ടി, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്നൊക്കെ അറിയാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ആരെങ്കിലുമൊക്കെ ഈ ഭാഗം വരെയൊക്കെ ഇരുന്ന് കാണുവാണെങ്കിൽ, അവസാനം വരെയൊക്കെ കാണുന്നവരൊന്നും ആരും കാണത്തില്ലേ. അപ്പോൾ അവസാനം വരെയൊക്കെ ഇരുന്ന് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അവസാനം വരെ കണ്ടു എന്നല്ല, അങ്ങനെ പറഞ്ഞാലും സന്തോഷമാണ് എനിക്ക്. അവസാനം വരെ ആരെങ്കിലുമൊക്കെ കണ്ടല്ലോ എന്ന് അറിയുന്നതും നമുക്കൊരു സന്തോഷമാണല്ലോ. അതൊക്കെ നമുക്കൊരു മോട്ടിവേഷൻ ആണല്ലോ. യെസ്, 2-3 ദിവസം മോട്ടിവേഷൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയല്ല, വീഡിയോ കാണണം, കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയണം, നല്ലതോ ചീത്തയോ ഒക്കെ പറയണം. താൻ പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നില്ലടോ, എന്തുവാടോ എണീറ്റ് കൂടെ, അങ്ങനെയൊക്കെ എന്തും പറയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പിന്നെ നമ്മുടെ ആപ്ലിക്കേഷന് അല്ലെങ്കിൽ നമ്മളുടെ ക്ലാസ്സുകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? നിങ്ങളിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ആപ്പ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഓൺലൈൻ കോച്ചിങ് സെൻറ്ററോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ എവിടെയെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒരു ആപ്പിലോ എവിടെയെങ്കിലും നിങ്ങൾ അഡ്മിഷൻ എടുത്തു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഒരിക്കലും അതിൻ്റെ മുതലാളിയോട് സംസാരിക്കാൻ പറ്റൂല. നിങ്ങൾ സംസാരിക്കുന്ന മൊത്തം ആരോടായിരിക്കും? അവരുടെ ടെലികോളിംഗ് സ്റ്റാഫ്, അവരുടെ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ അവരുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ അവരൊക്കെ വലിയ വലിയ കമ്പനികളായതുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇവിടെ പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്നത് മുതൽ മാനേജ്മെൻറ്റ് പണി മുതൽ ക്ലാസ് എടുക്കുന്നത് വരെ എല്ലാം ഞാൻ തന്നെയാണ് അല്ലേ. ഈ കോച്ചിങ് സെൻറ്ററുകൾക്കിടയിലെ സന്തോഷ് പണ്ഡിത്ത് ആണ് ഞാൻ, എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ക്ലാസ് എടുക്കുന്നത്, മാർക്കറ്റിങ്ങും എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പർ, താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാമെന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ വലിയ കാര്യത്തെ മെസ്സേജ് അയക്കുമ്പം ഒരു തരുണീമണിയായ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് നിങ്ങളെ വിളിച്ച് സംസാരിക്കും. സാർ സുഖമാണോ സാർ, സാർ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ടോ സാർ എന്നൊക്കെ വിളിച്ച് സംസാരിക്കുമെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഈ പാറപ്പുറത്ത് ചിരട്ടയിട്ട് ഉറച്ച പോലുള്ള ശബ്ദമാണ്. ഞാൻ തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എല്ലാ എൻക്വയറി എനിക്ക് തന്നെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങളോട് സംസാരിക്കുന്നതും അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. നിങ്ങൾക്ക് നേരിട്ട് എന്നോട് സംസാരിക്കാം. അതുകൊണ്ട് ആ കാണിച്ചിരിക്കുന്ന നമ്പറൊന്നും നമ്മുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് നമ്പറൊന്നുമല്ല, എൻ്റെത് ഈ ഫോണാണ്, ഈ ഫോണിലേക്കാണ് നിങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എപ്പോഴും ഏത് കാര്യത്തിനും ഏത് പാതിരാത്രിക്കും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അത്രയ്ക്ക് ഞാൻ അവൈലബിൾ ആണ്. അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അത് ഞാൻ എൻ്റെ കുട്ടികൾക്ക്, എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഞാൻ കൊടുക്കുന്ന വാക്കാണ്. എപ്പോഴും നിങ്ങളുടെ ഒരു വെളിപ്പാടകലെ ജയകൃഷ്ണൻ രാമചന്ദ്രൻ എന്ന വ്യക്തി ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്കിനി അടുത്ത ക്ലാസ്സിലൂടെ വീട്ടിൽ കാണാം.